എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കണ്ടൂടാ ഒന്ന് എല്ലാം പൊട്ടിക്കല്ലേ എന്തോ ഒരു കലവും എല്ലാ അഭിവാദനങ്ങളും ജീവിക്കുന്നതിന് വേണ്ടിയും സംരംഭം നിലനിർത്തുന്നതിന് വേണ്ടിയും പാതയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ധാർമ്മിക സമരത്തിന് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ആവശ്യങ്ങൾ അസംതൃപ്തികൾക്കും സംരംഭകരെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഭേദഗതികൾ നികുതി വരുമാനത്തിൽ ഗവൺമെന്റ്
സാമ്പത്തിക മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. നിങ്ങളുടെ വികാരം കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിഫലിപ്പിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധാർമ്മിക സദസ്സിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് യോഗത്തിൽ വലിയ നമ്മൾ മുദ്രാവാക്യത്തിൽ വിളിച്ച അതേ ആവേശത്തോടു കൂടി ഇനിയും നമ്മൾ പല പ്രാവശ്യം വിളിക്കേണ്ടതായിട്ട് വരും. ഇനിയും നമ്മൾ ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ നേടിയെടുക്കാൻ എത്ര തന്നെ മുന്നോട്ട് പോകേണ്ടി വന്നാലും പിന്മാറില്ല എന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ പ്രേമം തുടങ്ങുന്നത്. നമ്മൾ ജീവിക്കണം, നമുക്ക് ജീവിക്കണം. നമ്മളെ പിടിച്ചുകൊടുക്കാറല്ല നമ്മൾ പിടിച്ചുകൊടുക്കാറല്ല. നമ്മൾ ന്യായമായി ലൈസൻസ് എടുത്ത് ഇവിടെ ഏർപ്പാടുകൾ ആൾക്കാരാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഈ വ്യവസായത്തിൽ നശിപ്പിക്കുന്ന ലൈസൻസ് സമ്പ്രദായം യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇതിന്റെ 100 മീറ്റർ ദൂരപരിധി ആദ്യം 30 മീറ്ററാക്കി, പിന്നെ അത് 15 മീറ്ററാക്കി, ഇന്നത് വെറും 7 മീറ്ററാക്കിക്കൊണ്ട് ഈ വ്യവസായത്തെ മുച്ചോട് നശിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഗവൺമെന്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വ്യവസായം നിലനിൽക്കാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ റേഷൻ കടയിൽ കൂടെ എനിക്ക് കിട്ടുന്ന ഗോതമ്പ്, അരി അല്ലെ അങ്ങനത്തെ സാധനങ്ങൾ, അതേമാതിരി മാവേലി സ്റ്റോറിൽ കൂടെ നമുക്ക് കിട്ടുന്ന മല്ലി, മുളക്, മഞ്ഞൾ ഇതൊക്കെ സബ്സിഡി രൂപത്തിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് പണി കിട്ടുള്ളൂ. എന്തായാലും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സമരം വിജയിപ്പിച്ചതിനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ എന്റെ സംസ്ഥാന തൽക്കാലം നിർത്തുന്നു. ഓക്കെ. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബെന്നി മാത്യു അവരുടെ ക്ഷണിക്കുന്നു. ഗോവാഭിഷൻ എന്റെ ഹരികൃഷ്ണ സാറ്, അതുപോലെ സ്വാഗതം ആദർശിച്ച PS വിജയലാൽ സാറ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ടെസ്ഫോൺമേയുടെ സുഹൃത്തുക്കളെ. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് 1 മാസം കാലമായി നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ ഉദ്ദേശമെന്തെന്ന് ഇത് മുൻപ് എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിൽ വലിയ അർത്ഥമില്ലാന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ ഈ സംസ്ഥാനം ഇതുപോലെ വിജയിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീരാജ് സാറിനും, അതുപോലെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റ് നേതാക്കളും നന്നായി തന്നെ ഇവിടെ പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്നിവിടെ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അതേ സമയത്ത് ഈ വിഷയം സംസാരിച്ച് നമുക്ക് ഇതിന് ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാമെന്നുള്ള ഒരു സന്തോഷത്തോടുള്ള കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്നോട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കോഴിക്കോട് ജില്ലയുടെ പ്രിയങ്കരനായുള്ള സെക്രട്ടറി ശ്രീ മൊയ്തീൻ ഹാജി അവർ ബഹുമാനായ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി നേതാക്കൾ, കേരളത്തിലെ വിവിധ മുൻകൂറുകളിൽ ഇന്നിവിടെ നടന്ന ഈ ഗംഭീരമായ ഈ പ്രൗഢമായ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി 14 ജില്ലകളിൽ അഹോരാത്രമായി പ്രവർത്തിച്ച ചെറുകിട മേഖലയാണ് എൻ്റെ മുന്നിലുള്ളത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ആവേശം തരുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. ഏതാണെങ്കിലും നമ്മുടെ മേഖല നമ്മെ സംബന്ധിച്ചത് വളരെ പ്രസക്തമായ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഒരു ആവേശം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഗുണഫലം നാളെ അനുഭവിക്കാം. അത്രയും ത്യാഗപ്പെട്ട് വയനാട് നിന്ന്, കാസർഗോഡ് നിന്നും, കോഴിക്കോട് നിന്നുമൊക്കെ
കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഇല്ലാതാക്കി ഞങ്ങളവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് മുഖം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ 60% ക്യാൻസർ രോഗികളായിട്ട് മാറ്റുന്നത് ഈ ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിനെ മറികടന്നുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിനെതിരെ എന്തു തന്നെ വന്നാലും സമരം ചെയ്ത് നമ്മുടെ മില്ലുടമകൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം വിശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എറണാകുളം ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് കോതമംഗല അധ്യക്ഷൻ എംഎൽഎമാര് നമ്മുടെ കസ്റ്റമർ ആളുകൾ കച്ചവടമാക്കിട്ടോ കസ്റ്റമർ ആളുകൾ നമ്മുടെ ഭാഗത്തേക്ക് മാറിയില്ല, അങ്ങ് മാറിയില്ല. കസ്റ്റമർ ആളുകൾ പരിപാടി മാറിയിക്കണം. പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് ഇതിനെ മുന്നിലേക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാ ഭാഗങ്ങളും അവസാനിപ്പിക്കാൻ നമുക്ക് മുൻകരുതലാകുന്നു. നമ്മുടെ സംസ്ഥാന നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരങ്ങളുമായി മുന്നോട്ട് വന്ന് നീങ്ങുകയാണ്. പലരും എത്തിച്ചേർന്നത് മാത്രം എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരുടെ ഭാവങ്ങളും ഉദ്യോഗസ്ഥർ പോകുന്നു. നമ്മുടെ ജാഥാസമരം നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ ഈ പരിപാടിക്ക് രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ രണ്ട് പ്രാവശ്യം അല്ലേ? രണ്ടല്ലേ? ഒന്നുകൂടി കാണും. അതുപോലെ തന്നെ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവ് സാർ കണ്ണൂരോട് എടുത്ത തിരുവനന്തപുരം, അതുപോലെ തന്നെ കാസർഗോഡ് എല്ലായിടത്തും കർണാടകമുള്ള ഒരേ സമിതി കഴിഞ്ഞാൽ നമ്മുടെ സംഘടന മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു തർക്കമില്ല. ഞങ്ങൾ അന്വേഷിച്ച് നോക്കുക. അതിന് യാതൊരു തർക്കമില്ല. അതിന് ദൂരപ്പരിധി കൊണ്ട് അവർ വിട്ടുകിട്ടുകയാണ്. എല്ലാവർക്കും നടത്തുന്നത് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകുന്നില്ലേ? വീട്ടിൽക്കൊള്ളുന്ന കൂടുതലായിട്ട് പറയുന്നത് 14 ജില്ലയിൽ പങ്കെടുക്കാൻ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് ഭാരവാഹികൾ, പഞ്ചായത്ത് ഭാരവാഹികൾ ഓരോരുത്തർക്കും എന്റെ വിജയിക്കുന്ന വാസത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
കൊണ്ടുപോകണം. ഉടനെ അടുത്തേക്ക് എത്തുക. ഉടനെ വരിക. വണ്ടി പറഞ്ഞ പൊക്കോ ഇന്നോ വേണോ ആംബുലൻസ് അല്ല. നിങ്ങളുടെ മുൻഗണനയിലുണ്ടോ? ഉച്ചഭക്ഷണത്തിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്, പണം കൊടുക്കാത്തത് നിങ്ങളുടെ മുൻഗണനയിലുണ്ടോ? അവരുടെ മുൻഗണനയിൽ കേരളീയവും നവകേരള സദസ്സും അഴിമതിയും ധൂർത്തും ആർഭാടവുമാണ്. ജീവിക്കാൻ പ്രയാസപ്പെടുകയാണ് പാവപ്പെട്ട മനുഷ്യർ. ആ വീട്ടമ്മമാരുടെ സങ്കടമാണ് മഹിളാ കോൺഗ്രസ് ഈ അസംബ്ലി മാർച്ചിലൂടെ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു.
ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ച തകർന്ന തറവാട് പോലെയാക്കിയ ഈ സർക്കാരിനെതിരായ നമ്മുടെ അതിശക്തമായ പ്രതിഷേധം വീട്ടമ്മമാരുടെ മുഴുവൻ പ്രതിഷേധമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കേരളത്തിലെ വീട്ടമ്മമാർ ഈ സർക്കാർ എത്രയും വേഗം അധികാരം വിട്ടൊഴിയണമേ എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മയ്യ കൂടെ പറയാൻ പറ്റുന്നതല്ല. അത്തരത്തിൽ അവർ ശപിക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല ഭാഷ ഉപയോഗിച്ച് അവർ ശപിക്കുകയാണ്. പ്രിയങ്കരനായ KPCC വൈസ് പ്രസിഡന്റ് മഹിളാ കോൺഗ്രസിന്റെ ചുമതലയുള്ള സജീന്ദ്രൻ പിറകിലാണ്. അപ്പോ സ്ത്രീകളുടെ എല്ലാം പ്രതീകങ്ങളായിട്ടാണ് മഹിളാ കോൺഗ്രസുകാർ ഇന്നിവിടെ ഈ വലിയ ധാർമ്മിക സമരവുമായി രംഗത്തെത്തിയത്. നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും അമ്മമാരും കുടുംബങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ശബ്ദമായി മാറിയാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് ഈ നിയമസഭാ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മഹിളാ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ജനങ്ങളുടെ വിഷയങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിന് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഈ കെട്ടകാലത്ത് ഈ ഉഗ്രതാപത്തിന്റെ സൂര്യരശ്മികൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ എന്തും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള മഹാ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ വലിയ ധർമ്മസമരത്തെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് സംഘടനാശേഷിയിലും പ്രവർത്തനത്തിലും പോരാട്ടത്തിലും പുതിയ അധ്യായം തുന്നിച്ചേർത്ത് പോകുന്ന മഹിളാ കോൺഗ്രസിന്റെ കർമ്മബദ്ധമായ പോരാട്ടത്തിന് ആത്മനിർഭരമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകർ, എന്നാൽ കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സറിഞ്ഞു, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ജബീമേത്തറുടെ നേതൃത്വത്തിൽ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇത് ഈ ഗവൺമെന്റിനുള്ള, ഈ പിണറായി ഗവൺമെന്റിനുള്ള താക്കീതാണ്. ഈ താക്കീത് മനസ്സിലാക്കി ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇനിയും പല പ്രശ്നങ്ങളിലേക്ക് ചാടാൻ പോകുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നടത്തിയ സമരം തീർച്ചയായിട്ടും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ